ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിങ്. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ജാങ്കോൻ്റെ സെറ്റപ്പാണ്. ഓക്കെ, സോ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ജാങ്കോനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെ നമ്മൾ ജാങ്കോ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് ഒരു പൈത്തൻ്റെ സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, നമ്മൾ പൈത്തൻ്റെ സോഫ്റ്റ്വെയർ ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. പൈത്തൺ നമ്മൾ പൈത്തൺ എടുത്ത് കഴിയുമ്പോൾ തന്നെ പൈത്തൻ്റെ സൈറ്റുണ്ട്. അപ്പോൾ അതിനകത്ത് കയറുക. അതിൽ കയറിയിട്ട് നമുക്ക് ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. ഡൗൺലോഡ്സ് നമുക്ക് ഫസ്റ്റ് തന്നെ ഡൗൺലോഡ് ഫോർ വിൻഡോസ് എന്ന് പറഞ്ഞുണ്ട്. ഓക്കെ, അപ്പോൾ പൈത്തൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ 3.8.3 ആണ്. ഓക്കെ, നമുക്ക് അതിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കാം. സോ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് പൈത്തൻ്റെ ഓരോ റിലീസൊക്കെ ഉണ്ട്. നമുക്ക് ഓരോ ഏതൊക്കെ വെർഷനൊക്കെ ഉണ്ട്. 3.8, 3.7, 3.6 അങ്ങനെ പല ടൈപ്പുള്ള വെർഷൻസ് ഉണ്ട്. പിന്നെ അല്ലാതെ നമുക്ക് സ്പെസിഫിക് റിലീസ്, അതായത് നമുക്ക് സ്പെസിഫിക് ആയിട്ടൊരു വെർഷൻ വേണമെങ്കിൽ നമുക്ക് ഇതിലും വഴി ഡൗൺലോഡ് ചെയ്യാം. സോ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഞാൻ ലേറ്റസ്റ്റ് വെർഷനാണ് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഞാൻ ഫയൽ സേവ് ചെയ്യാൻ പോകും. സോ ഇതാണ് സെറ്റപ്പ്. ഓക്കെ, നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഇതിൻ്റെയാണ് സെറ്റപ്പ്. ഓക്കെ, ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ താഴെ ആഡ് പൈത്തൺ 3.82 പാത്ത് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നമ്മൾ ചെക്ക് ചെയ്യണം. അത് മസ്റ്റായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ഞാൻ പിന്നെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ നമ്മളിവിടെ ഇതിനെ ചെക്ക് ചെയ്യണം. ആഡ് പൈത്തൺ 3.82 പാത്ത് എന്ന് പറഞ്ഞ് നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ ഇൻസ്റ്റാളിനാൾക്ക് പകരം നമ്മൾ കസ്റ്റമൈസ് ഇൻസ്റ്റാളേഷൻ എടുക്കുക. ഓക്കെ, കസ്റ്റമൈസ് ഇൻസ്റ്റാളേഷനിൽ നിങ്ങൾക്ക് കാണാം ഡോക്യുമെൻറ്റേഷൻ നമുക്ക് വേണം. PIP, അതായത് PIP എന്ന് പറഞ്ഞാൽ പൈത്തൻ്റെ സിൻടാക്സ് ആണ്. നമുക്ക് അത് മസ്റ്റ് ചെക്ക് ചെയ്യണം. പിന്നെ TCL, ഐഡൽ, ഇതൊക്കെ എല്ലാം ചെക്ക് ചെയ്തിരിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് അടിക്കുക. പിന്നെ ഇത് ഡീഫോൾട്ടാണ് ചെക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കൊന്നും ചെയ്യണ്ട. പിന്നീട് കസ്റ്റമൈസ് ഇൻസ്റ്റാൾ ലൊക്കേഷൻ, നമുക്ക് പാത്ത് പറഞ്ഞു കൊടുക്കുക. നമുക്ക് എവിടെയാണ്, ഇപ്പോൾ എൻ്റെ ഡീഫോൾട്ടായിട്ട് C യൂസേഴ്സിനകത്താണ് ഇരിക്കുന്നത്. ഓക്കെ, സോ അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ പാത്ത് മാറ്റി വേറെ ഫോൾഡറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ നിൽക്കുക. 3.8 അങ്ങനെ ചേർക്കുക. ഇപ്പോൾ സെറ്റപ്പ് വാസ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് അങ്ങനെ വരും. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുക. അപ്പോൾ ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മളെന്താ പറയുക, ഇപ്പോൾ പൈത്തൺ നമ്മുടെ ഫോൾഡറിൽ ഇൻസ്റ്റാൾ ആയോ ഇല്ലയെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അതെങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ പിപ്പിൻ്റെ പൈത്തൻ്റെ ഒരു സിൻടാക്സ് ഉണ്ട്. PIP എന്ന് പറഞ്ഞാൽ അടിക്കുക. പിപ്പ് ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് പാത്ത് കൊടുക്കാത്തതുകൊണ്ടായിരിക്കും. ഓക്കെ, നമുക്കൊന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ പൈത്തൺ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ പൈത്തൺ ഇൻസ്റ്റാൾ ആയിട്ട് അറിയുന്നെങ്കിൽ നമ്മൾ PIP എന്ന് അടിച്ച് നോക്കിയാൽ മതി. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റാർട്ടപ്പിനകത്ത് ഞാൻ ഒരു ചെക്ക് ബോക്സ് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞത് ആഡ് പൈത്തൺ 3.82 പാത്ത്. അത് നമ്മൾ ചെക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു കമാൻഡ് അടിച്ചിരുന്നെങ്കിൽ, നിങ്ങളിപ്പോൾ ഇൻസ്റ്റാൾ ആയതിനു ശേഷം നിങ്ങൾ ഇങ്ങനെ ഒരു കമാൻഡ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എറർ അടിക്കും. നേരത്തെ എറർ പോലെ പിപ്പ് ഇസ് നോട്ട് റെക്കഗ്നൈസ്ഡ് എന്ന് പറഞ്ഞൊരു എറർ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാനുവലി ആയിട്ട് സെറ്റ് ചെയ്യണം. അത് മാനുവലി എങ്ങനെ സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻവയൺമെൻറ്റ് വേരിയബിൾ എടുക്കുക. എൻവയൺമെൻറ്റ് വേരിയബിൾ. ഓക്കെ, ഇതിനകത്ത് വിൻഡോസ് 10 ആയതുകൊണ്ട് എനിക്കിവിടെ സെർച്ച് ബാർ അടിച്ചാൽ എൻവയൺമെൻറ്റ് വേരിയബിൾസ് ഉണ്ട്. നിങ്ങൾക്കല്ല അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിസ്റ്റം പ്രോപ്പർട്ടീസിനകത്ത് എടുത്ത് എൻവയൺമെൻറ്റ് വേരിയബിൾസ് നോക്കിയാൽ മതി. ഓക്കെ,
സോ ഇതിനകത്ത് അഡ്വാൻസ് നോക്കിയിട്ട് എൻവയൺമെൻറ്റ് വേരിയബിൾസ് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് പാത്ത് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഓക്കെ, സോ പാത്തിനകത്ത് എനിക്ക് ഓൾറെഡി ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങളത് ആ സെറ്റപ്പിനകത്ത് നിങ്ങളത് ചെക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ പാത്ത് കാണത്തില്ല. അപ്പോൾ ആ പാത്ത് ഇല്ലെങ്കിൽ നമ്മൾ മാനുവലി ആയിട്ട് ചെയ്യണം. ആ മാനുവലി എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സീനകത്ത് പോവുക, യൂസേഴ്സ്, പിന്നെ യൂസറിൻ്റെ നെയിം, നിങ്ങളുടെ എന്താണ് ഡെസ്ക്ടോപ്പിൻ്റെ നെയിം അതിൽ കയറുക. പിന്നെ ആപ്പ് ഡേറ്റ, ഓക്കെ, അത് ഹിഡൻ ഫോൾഡറാണ്. നമുക്ക് ആപ്പ് ഡേറ്റയ്ക്കകത്ത് ലോക്കൽ, പിന്നെ പ്രോഗ്രാംസ്, പിന്നെ പൈത്തൺ. ഓക്കെ, പൈത്തൺ നമ്മുടെ 338, അതായത് 3.8 വെർഷനാണ്. 3.8 വെർഷൻ 32 ബിറ്റാണ്, ഡീഫോൾട്ടാണ്. ഓക്കെ, 32 ബിറ്റായാലും 64 ആണെങ്കിലും കുഴപ്പമില്ല, വർക്ക് ചെയ്യും. പിന്നെ അതിനകത്ത് സ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞ സംഭവം. സോ കണ്ട, ഇതാണ് pip.exe. സോ പിപ്പാണ് നമ്മുടെ മെയിൻ പൈത്തണിൻ്റെ സിൻടാക്സ്. സോ ഈ പാത്ത് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിത് ഇതിനകത്ത് എഡിറ്റ് ചെയ്യുക. ഓക്കെ, എനിക്ക് ഓൾറെഡി ഇതിനകത്തുണ്ട്. അതിൽ നിങ്ങൾ ന്യൂ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനകത്ത് പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, അപ്പോൾ എനിക്കത് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു എറർ അടിക്കുകയാണെങ്കിൽ, ഓക്കെ, എറർ അടിക്കുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു പാത്ത് ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പൈത്തൺ ജാങ്കോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് പൈത്തണിൻ്റെ സെറ്റപ്പ് വേണം. ഓക്കെ, പൈത്തൺ സെറ്റപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് ജാങ്കോ വേണം. നമുക്ക് ഒരുപാട് ലൈബ്രറീസ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഏത് വേണമെങ്കിൽ ലൈബ്രറി, ഇപ്പോൾ ജാങ്കോ എന്ന് പറഞ്ഞൊരു ലൈബ്രറിയാണ്, പൈത്തണിൻ്റെ വെബ് ഫ്രെയിം വർക്കാണ്. അപ്പോൾ അതൊരു ലൈബ്രറിയാണ്. ഓക്കെ, സോ നമുക്ക് ജാങ്കോ വേണം. അപ്പോൾ ജാങ്കോ വേണമെങ്കിൽ എന്ത് ചെയ്യണം, പിപ്പ് ഇൻസ്റ്റാൾ ജാങ്കോ. ഓക്കെ, പിപ്പ് ഇൻസ്റ്റാൾ ജാങ്കോ. നിങ്ങൾ ജാങ്കോ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാതെ ജാങ്കോൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ ആയിരിക്കും ഇൻസ്റ്റാൾ ആവുന്നത്. ഓക്കെ, സോ ഞാൻ എൻ്റർ അടിച്ചാൽ കളക്ടിങ് ജാങ്കോ. സോ ഓക്കെ, ഇപ്പോൾ ജാങ്കോൻ്റെ ലൈബ്രറി ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. യു ആർ യൂസിങ് പിപ്പ് വെർഷൻ. നമുക്ക് വേണമെങ്കിൽ പിപ്പിൽ അപ്ഗ്രേഡ് ചെയ്യാം, അത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മുടെ ജാങ്കോ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജാങ്കോൻ്റെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെ അറിയാമെന്ന് പറഞ്ഞാൽ നമുക്ക് പൈത്തൺ -m ജാങ്കോ. ഓക്കെ, സോ നമുക്ക് ജാങ്കോ നമുക്ക് ജാങ്കോൻ്റെ വെർഷനാണ് വേണ്ടത്. ഓക്കെ, നമ്മുടെ പൈത്തൺ ജാങ്കോ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ജാങ്കോൻ്റെ വെർഷൻ അറിയണമെങ്കിൽ 3.0.8 അതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വെർഷൻ. സോ നമുക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് വേറെ വെർഷനിൽ ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് മുമ്പത്തെ വെർഷനോ അല്ലെങ്കിൽ ജാങ്കോൻ്റെ മുമ്പത്തെ വെർഷനൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതെങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെർച്വൽ ENV എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ്, ഫുള്ളി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. സോ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം പൈത്തൺ ഉണ്ടെങ്കിൽ പൈത്തൺ ലേറ്റസ്റ്റ് വെർഷനിൽ, പൈത്തൺ ഉണ്ടെങ്കിൽ അത് ലേറ്റസ്റ്റ് വെർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ പൈത്തണിൻ്റെ എന്താ പറയുക ജാങ്കോ, അത് കഴിഞ്ഞിട്ട് ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യണം. ജാങ്കോ എന്ന് പറഞ്ഞാൽ പൈത്തണിൻ്റെ ലൈബ്രറിയാണ്, പൈത്തണിൻ്റെ വെബ് ഫ്രെയിം വർക്കാണ്. അപ്പോൾ അത് ജാങ്കോ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, സോ ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞു തരാറുണ്ട്, അത് കൂടെ പറഞ്ഞിട്ട് നമുക്ക് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.